കേരളത്തിൽ ഏത് എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും വേറെ വേറെ ഈ ശക്തികൾ നമ്മളെ എതിർത്തിരുന്നു. ഇന്നിപ്പോൾ അവർ പറയുന്നത് അവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട് നമ്മൾ എതിർക്കണമെന്നാണ്. ഇന്ന് മാർക്സിസ്റ്റുകാർ BJP അല്ല എതിർക്കുന്നത്, RSSനാണ്. അപ്പോൾ ഒരു തരത്തിൽ സംഘത്തിൻ്റെതായ ശക്തി എതിരാളികളും സമ്മതിച്ചു. അവർക്ക് തനിച്ച് ചെയ്യാൻ സാധിക്കില്ല. ആ തരത്തിലുള്ള ശക്തികൾക്ക് ഒരുമിച്ച് കൂടണം എന്നുള്ള സ്ഥിതി വന്നു. സംഘത്തിൻ്റെ സ്വീകരിക്കാനുള്ള മനസ്ഥിതി നമ്മുടെ സമൂഹത്തിൽ വന്നു. ഈ സംഗതിയാണ്. അതുകൊണ്ട് അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ തന്നെ ഈ തരത്തിലുള്ള സ്വീകാര്യതയുള്ള സന്ദർഭം നമുക്ക് സന്തോഷം തരുന്നതാണ്. പക്ഷെ വിശ്രമിക്കാനുള്ളതല്ല. നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ഈ തരത്തിലുള്ള ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിനെ പരാജയപ്പെടുത്തണം. അതിനനുകൂലമായിട്ടുള്ള നിലക്ക് ആൾക്കാരുടെ കൂടുതൽ ശക്തി വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ 100-ആം വർഷം ആഘോഷിക്കുന്നതിന് പകരം ഇത് ഈ വർഷം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്ര വേഗത്തിൽ പോകണം, അതനുസരിച്ചുള്ള പദ്ധതികളും പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് നിരാശയുടെയും ഒരു വിഷമത്തിൻ്റെയൊക്കെ കാലഘട്ടം മാറിയിട്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സർസംഘചാലക് പറയണ്ടേ 1947 അത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇതാണ്. ഇതിപ്പോൾ അമൃത വർഷമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി വരുമ്പോഴേക്ക് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഫലമായിട്ട് സംഘശാഖകളുടെ എണ്ണം സ്വയംസേവനമല്ല, സമൂഹമാകമാനം ഈ ഇതിൽ വരും. അതിനുള്ള പ്രവർത്തന പദ്ധതികളിൽ മുന്നോട്ട് പോകും.